മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നമ്മളെയൊക്കെ ഏറെ ദുഃഖിപ്പിച്ചൊരു സംഭവം കൂടി തന്നെയാണ്. നാളെ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്നിട്ട് ഒരു വർഷം തികയുകയാണ്. അപ്പോൾ ഈ മൺമറഞ്ഞു പോയവരെ അനുസ്മരിക്കുന്നതിനായി പുത്തുമലയിൽ നാളെ സർവ്വമത പ്രാർത്ഥനയും പൊതുയോഗവും ഒക്കെ നടക്കുന്നുണ്ട്. ദുരന്തബാധിതർക്കായുള്ള ടൗൺഷിപ്പിന്റെ മാതൃകാ വീടിന്റെ നിർമ്മാണവും പൂർത്തിയാകുന്നുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ നിലവിലെ സ്ഥിതി എങ്ങനെയാണ്, നാളത്തെ ഓർമ്മ ദിനം അതെങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ ജോഷില വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ജോഷില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വർഷ. ജോഷില, വലിയൊരു ദുരന്തത്തെയൊക്കെ അതിജീവിച്ച് വന്നൊരു ജനതയാണ്. അവർക്ക് പ്രതിസന്ധികളേറെയാണ്, പ്രതിബന്ധങ്ങൾ നേരെയാണ്. പക്ഷേ അവിടെയും സംസ്ഥാന സർക്കാർ അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇപ്പോൾ മാതൃകാ ടൗൺഷിപ്പ് അടക്കം പൂർത്തിയാകാനുള്ള നീക്കങ്ങളിലേക്കൊക്കെ ആയിട്ടുണ്ട്. എങ്ങനെയാണ് നിലവിൽ മുണ്ടക്കൈ? വർഷ, കഴിഞ്ഞ ഒരു വർഷം തികയുകയാണ് ആ ദുരന്തത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന് പറയാൻ സാധിക്കില്ല. ആ ദുരന്തത്തിൻ്റെ ലോകം മുഴുവനുള്ള ആ ഞെട്ടലിന് ഒരു വർഷം തികയാൻ പോവുകയാണ്. അന്നും കേരളം പകച്ചു നിന്നില്ല എന്നുള്ളതാണ്. മരണം 15-ൽ നിന്നും 18-ലേക്കും 18-ൽ നിന്നും 30-ലേക്കും പിന്നെ കൈവിട്ടുപോയ ഒരവസ്ഥയിലേക്ക് ഏകദേശം 298 പേരുടെ ജീവൻ കവർന്നെടുത്ത ആ ദുരന്തത്തിന് മുന്നിൽ കേരളം പകച്ചു നിന്നില്ല എന്നുള്ളതാണ്. കേരളം എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുമായി ആ മലവെള്ളപ്പാച്ചിലേക്ക് ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. ആ അന്ന് ഇറങ്ങിച്ചെന്ന് അവരെ രക്ഷിച്ച് കൈവിട്ടതല്ല സർക്കാർ. അന്ന് മുതൽ ഇന്ന് വരെ അവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആ മുന്നോട്ട് പോയതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഏറ്റവും അവസാനമായി അവർക്ക് കൂടൊരുങ്ങുകയാണ്. ആ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് ഞാനുള്ളത്. അതിൻ്റെ മാതൃകാ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. ഏകദേശം ഇന്നോടുകൂടി ഫിനിഷിംഗ് പണികളൊക്കെ തന്നെ പൂർത്തിയാകും. ഇത് നമ്മൾ കാണുന്നത്, എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഈ മാതൃകാ വീട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി എല്ലാ പ്രവർത്തനങ്ങളും ഇതിൻ്റെ പൂർത്തിയാകും എന്നാണ് പറയുന്നത്. എന്തായാലും ഊരാളുങ്കലിൻ്റെ ഇതിന് നേതൃത്വം വഹിച്ച ഊരാളുങ്കലിൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ നമ്മുടെ കൂടെയുണ്ട്. ഈ ടൗൺഷിപ്പിൽ ഏകദേശം 410 വീടുകളാണ് പൂർത്തിയാക്കേണ്ടത്. 5 സോണുകളിലായിട്ട് 410 വീടുകൾ പൂർത്തിയാവുകയാണ്. 1000 സ്ക്വയർ ഫീറ്റിലാണ് 7 സെൻറ്റ് ഭൂമിയിൽ ഓരോരുത്തർക്കും വീട് നിർമ്മിച്ച് നൽകുന്നത്. ഡിസംബർ മാസത്തോടുകൂടി വീടുകളുടെ പണി പൂർത്തിയായി കൈമാറും എന്നുള്ളതാണ് നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. എന്തായാലും ഏകദേശം 350-ന് മേലെ വീടുകൾ ആ സമയമാകുമ്പോഴേക്കും പൂർത്തിയാകും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടുത്തെ പണികളൊക്കെ കാണുമ്പോഴുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത്. എന്തായാലും ദുരന്തബാധിതരെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവരുടെ സ്വന്തം വീടുകളിലേക്ക് മാറ്റാൻ സർക്കാരിന് സാധിച്ചിരിക്കുന്നു. അന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞ വാക്കുകൾ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങൾ തിരിച്ചു തരും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടവരുടെ ജീവൻ മാത്രമേ ഞങ്ങൾക്ക് തിരിച്ചു തരാതിരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. അതുപോലെ തന്നെ അവരെ അന്ന് ദുരന്തത്തിൽ നിന്നും കരകയറ്റി ഓരോ ക്യാമ്പുകളിലേക്ക് മാറ്റി. ആ ക്യാമ്പുകളിൽ നിന്നും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത വിധത്തിൽ അവരെ ഓരോ കുടുംബത്തെയും ഓരോ വാടക വീടുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചു. ആ വാടക വീടിൻ്റെ വാടക സർക്കാർ നൽകി. ഒരു കുടുംബത്തിലെ പ്രായമുള്ളവർക്ക് 300 രൂപ വെച്ച് ദൈനംദിന ചിലവിന് പോക്കറ്റ് മണി എന്നുള്ള രൂപത്തിൽ അവരുടെ ആത്മാഭിമാനം നഷ്ടപ്പെടാതിരിക്കാൻ, ആത്മവിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി 300 രൂപ വെച്ച് ദൈനംദിനം 9000 രൂപ വരെ നൽകി. അതിനു മുൻപ് 2 പേർ അധ്വാനിച്ച് നിന്നിരുന്ന കുടുംബത്തിന് ആ കുടുംബത്തിൻ്റെ 2 പേരുടെ അധ്വാനം അടക്കം കണക്കിലെടുത്തുകൊണ്ട് 18,000 രൂപ വരെ ഒരു കുടുംബത്തിന് നൽകാൻ സർക്കാർ തീരുമാനിച്ചു. അവർക്ക് കൈമാറി. ഇത്തരത്തിൽ എല്ലാം കണ്ടറിഞ്ഞ് സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. കൈയും മെയ്യും മറന്ന് ജനങ്ങൾ ഒന്നായ നിമിഷം കൂടിയായിരുന്നു. ഒരുപക്ഷെ ഈ ദുരന്തം നടന്ന് ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ ഇതാ ഇവിടെ മാതൃകാ ടൗൺഷിപ്പ്, ആ മാതൃകാ വീടടക്കം പൂർത്തിയാകുന്നുണ്ട്. ഇനി ഡിസംബറിലടക്കം ഏകദേശം 410 വീടുകളടക്കം കൈമാറാനുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ സർക്കാരും കടക്കുന്നുണ്ടല്ലേ?